സംസ്ഥാനത്ത് കാലവർഷം പടിവാതിൽക്കലെത്തിയിരിക്കുന്നു. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പ് പറയുന്നത്. അതിനു മുൻപ് കർഷകർ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ്. സർക്കാരിന് നഷ്ടപരിഹാരം പ്രതീക്ഷിച്ചിരുന്നാൽ നിരാശരാകും. കഴിഞ്ഞ 3 വർഷത്തിനിടെ സർക്കാർ വിതരണം ചെയ്യാനുള്ളത് 62 കോടി രൂപയാണ് എന്ന് ഓർക്കുക. പകരം കർഷകർ ഇനിയും സ്വന്തം നിലയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമായിരിക്കും നേരിടേണ്ടി വരിക. റബ്ബറിൻ്റെ ഗെയിൻ ഗാർഡിംഗ് മുതൽ വാഴയ്ക്ക് താങ്ങും തടവും എടുക്കേണ്ട സമയം വരെ അതിക്രമിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാകുന്ന മേഖലകളിലൊന്നാണ് വാഴക്കൃഷി. മഴയോടൊപ്പം എത്തുന്ന ശക്തമായ കാറ്റാണ് വാഴയ്ക്ക് വില്ലനായി മാറുന്നത്. റബ്ബർ വില ഇടിഞ്ഞതോടെ നിരവധി കർഷകരാണ് വാഴക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. വിത്തും വളവും വിലയ്ക്ക് വാങ്ങിയാണ് കൃഷി. വാഴവിത്തിന് എല്ലാ ഇനങ്ങൾക്കും 20-25 രൂപയാണ് വില ഈടാക്കുന്നത്. 750 രൂപ മുതൽ 1000 രൂപയാണ് തൊഴിലാളികൾക്ക് കൂലി. കൃഷിച്ചെലവ് കണക്കാക്കിയാൽ ഭാരിച്ച നഷ്ടമാണ് കർഷകർക്കെന്നും. ഗ്രാമചന്തകളും കർഷക ഓപ്പൺ മാർക്കറ്റുകളും നിലച്ചുപോയതിനാൽ വിപണന സാധ്യതയും നഷ്ടമായി. കച്ചവടക്കാരൻ പറയുന്ന വിലയ്ക്ക് കൊടുക്കാനേ കർഷകന് സാധിക്കൂ. എന്നാൽ കാലവർഷത്തിൽ നഷ്ടക്കണക്കാണ് കർഷകർക്ക് പറയാനുള്ളത്. കാറ്റിൽ വാഴ ഒടിഞ്ഞ് വീഴുന്നതാണ് പ്രധാന കാരണം. മറ്റ് കൃഷികളുടെ കാര്യവും വ്യത്യസ്തമല്ല. എന്നാൽ കൃഷിനാശം നേരിടുന്ന കർഷകരോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി സർക്കാർ കൃഷിനാശം നേരിടുന്ന കർഷകരോട് അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ജനുവരി 1 മുതൽ ഈ വർഷം ഫെബ്രുവരി 28 വരെ കൃഷിനാശം നേരിട്ട കർഷകരാണ് ധനസഹായത്തിനായി ഇപ്പോഴും കാത്തിരിക്കുന്നത്. കർഷകർക്ക് കിട്ടാനുള്ള 62.90 കോടി രൂപയുടെ സർക്കാർ സഹായമാണ് ഇപ്പോഴും ചുവപ്പ് നാടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. സംസ്ഥാന വിഹിതത്തിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു കാലവർഷം ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ നഷ്ടപരിഹാര തുക പോലും ലഭിക്കാത്തത് വായ്പയെടുത്തും പാട്ടത്തിനും കൃഷി ചെയ്യുന്നവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. സർക്കാരിൻ്റെ പക്കൽ പണമില്ലെന്നതാണ് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് തടസ്സമെന്നാണ് കർഷകർക്ക് ലഭിച്ച മറുപടി.